എങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സി ഫോൾഡിലേക്ക് ഒരു പുതിയ വർക്ക് ഓർഡർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി മൈ ഓർഡേഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ഈ വിൻഡോയിൽ നമ്മൾ പ്രീവിയസ് ഓർഡേഴ്സ് ഒക്കെ ഇത് ലിസ്റ്റ് ചെയ്ത് കാണും. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പുതിയതായിട്ടൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ക്രിയേറ്റ് ന്യൂ ഓർഡർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അവിടെ നമ്മൾ ഓരോ ഡോറുകളും നമുക്ക് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒരേപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ ടൈപ്പ് ഡോറുകളാണ് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ഡോറുകൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം താഴെ ഡോർ ടൈപ്പ് ഒരൊറ്റ തവണ എല്ലാത്തിനും കൂടി നമുക്ക് ഒരു തവണ സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഡോർ വിത്ത് ഹാൻഡിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കളർ ഇവിടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഷീറ്റാണോ വേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഹാൻഡിൽ ടൈപ്പ് നമ്മൾ ഏത് കളറാണോ അത് സെലക്ട് ചെയ്യുക. ആ ഹാൻഡിൽ ആ ഡോറിൻ്റെ മുകളിലാണോ അത് താഴെയാണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഏതാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഒരു ഹാൻഡിലും കളറും എല്ലാം ഒരുപോലെ തന്നെ ആവാൻ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിലേതെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഇവിടെ ക്വാണ്ടിറ്റി കൂട്ടാനൊക്കെ പറ്റും. അതിനുശേഷം പിന്നെ അടുത്ത ഒരു വേറെ സംഭവം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. നമുക്ക് അതിൽ ഡ്രോവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോവർ വിത്ത് ഹാൻഡിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഹാൻഡിലും സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായി ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോട്ടൽ ഓർഡറിന് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ താഴെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് അത് ഡെലിവറി ആയിട്ട് വരിക എന്നുള്ളതൊക്കെ താഴെ തന്നെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇത് ഏത് കസ്റ്റമർക്കുള്ള ഓർഡറാണോ അവിടെ നമുക്ക് ആദ്യം നമ്മൾ കൊട്ടേഷനൊക്കെ ഉണ്ടാക്കി വെച്ച കസ്റ്റമറെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഡെലിവറി ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓരോ ഏരിയകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. പെരിന്തൽമണ്ണ അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവും.